മറ്റൊരു വീഡിയോയിൽ ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതയിലെ പ്രധാന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇനി ഈ കവിതാഭാഗത്തിന്റെ ആസ്വാദനക്കുറിപ്പൊന്ന് നോക്കാം. ആധുനിക കവിത്രയത്തിൽ ഒരാളായ വള്ളത്തോൾ നാരായണ മേനോന്റെ മനോഹരമായ ഒരു കവിതാഭാഗമാണ് ഒരു ദിനാന്ത സഞ്ചാരം. സന്ധ്യാസമയത്ത് സഞ്ചാരത്തിനിറങ്ങുന്ന കവി കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് ഈ കവിതയിൽ വർണ്ണിക്കുന്നത്. സന്ധ്യാസമയത്ത് ചക്രവാളത്തിൽ, അതായത് ആകാശവും ഭൂമിയും കൂട്ടിമുട്ടുന്നത് പോലെ തോന്നുന്ന ഇടം, അവിടെ തൊട്ടു നിൽക്കുന്ന കോട്ട പോലെ അകിളിയായി കിഴക്കുഭാഗത്ത് പരന്നു കിടക്കുന്ന ഈ കുന്നു കാണാൻ എത്ര മനോഹരമാണെന്ന് കവി പറയുന്നു. ദൂരെ നിന്ന് നാം കാണുമ്പോൾ അതൊന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. മരങ്ങളും പൂവല്ലികളുമെല്ലാം അടുത്തെത്തുമ്പോൾ ഭംഗിയോടെ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഇലകൾ തിങ്ങി നിൽക്കുന്ന വള്ളിച്ചെടികളാലും മരങ്ങളാലും പച്ച നിറത്തിൽ കാണപ്പെടുന്ന കുന്ന് കണ്ണിന് കുളിർമ നൽകുന്നു. ശില്പികൾ ചായപ്പണി ചെയ്തതുപോലെ ഈ പച്ചവർണ്ണത്തിനിടയിൽ ചുവന്ന മണ്ണ് കാണപ്പെടുന്നു. പച്ച നിറവും ചുവന്ന മണ്ണിന്റെ നിറവും ഇടകലർന്ന് കാണുമ്പോൾ ഏറെ ഭംഗി തോന്നുന്നു. മരങ്ങളുടെ പച്ചിലകളിലും തളിരിലകളിലും പൂക്കളിലും പുല്ലുകളിലുമെല്ലാം സന്ധ്യാസമയത്തെ വെയിൽരശ്മികൾ പതിക്കുമ്പോൾ കുന്ന് പല നിറമുള്ളതായി മാറുന്നു. ചിലയിടങ്ങൾ ശൂന്യമായും ചിലയിടങ്ങൾ മേഘത്താൽ മറഞ്ഞും ചിലയിടങ്ങൾ താഴ്ന്നും ചില ദിക്കുകൾ ഉയർന്നും പലതരത്തിൽ കുന്ന് ശോഭിക്കുന്നതായി കവി ഇവിടെ സൂചിപ്പിക്കുന്നു. ഇലകൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ നോക്കുമ്പോൾ ചെറിയ കറുപ്പ് നിറം കലർന്നു വരുന്ന ചക്രവാളം അങ്ങേ അപ്പുറത്ത് കാണാം. ഇത് കടൽ പോലെ കാണപ്പെടുന്നു എന്ന് കവി പറയുന്നു. സന്ധ്യാസമയത്ത് കിഴക്കൻ മലയുടെ കാഴ്ച അതിമനോഹരമായി വള്ളത്തോൾ ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നു. പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചകളിലേക്കുള്ള ക്ഷണമാണ് ഈ കവിത. വല്ലീതരു മണ്ഡലത്താൽ ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ചിലയിടമാച്ഛാദന ശൂന്യമായും തുടങ്ങി ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഈ കവിതയെ ഒന്നുകൂടി മനോഹരമാക്കുന്നു. ഈ പച്ചവർണ്ണത്തിനിടയ്ക്കിടയ്ക്ക് ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി. ഈ വരികളിൽ പ്രകൃതിയിലെ കാഴ്ചകൾ ഏതോ ഒരു ശില്പിയുടെ കരവിരുതിൽ ഒരുങ്ങിയതാണെന്ന് തോന്നിപ്പോകും എന്ന് കവി പറയുന്നു. പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ വളരെ മനോഹരമായി ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നു. ഇനി ഈ പാഠഭാഗത്തിലെ പുതിയ വാക്കുകളുടെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പദപരിചയം. അടുത്തതായി പദം പിരിച്ചെഴുതാം. ഈ കവിതയിലെ ചില പദങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, അവ പിരിച്ചെഴുതാം. ഇനി പകരം പദങ്ങൾ അല്ലെങ്കിൽ പര്യായ പദങ്ങൾ. പാഠഭാഗത്തെ ചില പദങ്ങളുടെ പര്യായ പദങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതാഭാഗം രചിച്ച വള്ളത്തോൾ നാരായണ മേനോന്റെ ജീവചരിത്ര കുറിപ്പാണിത്. ഈ പ്രവർത്തനത്തോടുകൂടി ഈ പാഠഭാഗത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.